അങ്ങനെ നമ്മുടെ നയന് കോലം വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്തേക്ക് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അപ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ നയനെ കണ്ടിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെ മരുമകൾ സൂപ്പറാണ്, എനിക്ക് ഭാഗ്യം ചെയ്തവളാണ് എൻ്റെ മരുമകൾ. അവൾ കല്യാണം കഴിഞ്ഞ് വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കോലമൊക്കെ വരയ്ക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ അന്നൊന്നും എനിക്ക് ഈ ഒരു ഐശ്വര്യം കാണാനായിട്ട് സാധിച്ചില്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. കിടന്ന് സുഖമായിട്ട് ഇറങ്ങിക്കോ, ഞാനും എൻ്റെ അമ്മയമ്മയും കൂടി ഞങ്ങളൊന്ന് ഓടിയിട്ട് വരാം എന്നിങ്ങനെ പറഞ്ഞിട്ട് പതിയെ വാതിൽ തുറന്നിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സിറ്റുവേഷൻ ഇത് മോള് തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയും കേട്ടോ. അപ്പോൾ നായന് ചോദിക്കുക, അതെന്ത് സിറ്റുവേഷനോ, അതെന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഏതൊരു അമ്മായിയമ്മയും വീട്ടുകാരും എല്ലാം സ്നേഹിക്കുന്ന ഒരു സമയം വരും. ആ സമയം എന്ന് പറയുന്നത് ഒരു കുഞ്ഞൊരു പേരക്കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മോള് അങ്ങനെ ഒരു കാര്യം ഇതുവരെ ചെയ്തു തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് മോള് എത്രയും പെട്ടെന്ന് ഒരു അമ്മയാവാനായിട്ട് ശ്രമിക്കണം. അപ്പോഴത്തേക്കിനും പറഞ്ഞു നയന എന്ത് ചെയ്യും ചോദിച്ചു കേട്ടോ. അപ്പം മുത്തശ്ശി പറയുകയാണ്, നയന ഓടാനായിട്ട് പോയിട്ടുണ്ട്, പക്ഷെ ആദ്യം അമ്മായിയമ്മ പോയിട്ടുണ്ട്, പിന്നാലെയാണ് നയനയും പോയിരിക്കുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. നയനയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഓരോന്നോരോന്നും ദേവയാനി ഉണ്ടാക്കി കൊടുക്കുന്നത്. എല്ലാം സാവകാശം ശരിയാവട്ടെ മുത്തശ്ശി. ഇപ്പോഴാണെങ്കിൽ നയനെ വീട്ടിൽ പോകണമെന്ന് പറയുന്നുമില്ല, അതുപോലെ തന്നെ ദേവയാനി പൊയ്ക്കോളാൻ പറയുന്നുമില്ല. അപ്പോൾ എല്ലാം സാവകാശം എല്ലാം റെഡിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. നിന്റെ മുത്തശ്ശിനെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര ചിട്ടയുള്ള മനുഷ്യനായിരുന്നു. രാത്രി 10 മണിയായി പോയി കഴിഞ്ഞാൽ പോലും കൂടെ അച്ഛനും ജയേട്ടനും ഒന്നും വരാൻ കൂടെ സമ്മതിക്കത്തില്ലായിരുന്നു. പുറമെ എത്ര ഗാംഭീര്യം കാണിച്ചെന്നാലും വയസ്സാകും തോറും ഉള്ളിൽ എപ്പോഴും ഒരു ഭയം ഉണ്ടാവും. നമ്മൾ ആശ്രയിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള തോന്നൽ. നമ്മുടെ ആദർശ് വരുന്നുണ്ട്. അമ്മ ആദർശമായിട്ടാൻ വരുന്നു, അപ്പം ഞാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് നായന അങ്ങോട്ടേക്ക് പോകും കേട്ടോ. അപ്പോൾ ദേവയാനി ആദർശ് അപ്പത്തേക്കിനും അടുത്ത് വന്നു കേട്ടോ. നീ നടക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറയണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുവാണേ. അപ്പോൾ ആദർശ് പറയുകയാണ്, എൻ്റെ അമ്മായിയമ്മയും എൻ്റെ ഭാര്യയും ഇങ്ങോട്ടേക്ക് നടക്കാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അത് നിങ്ങൾ രണ്ടാളും കൂടെ ഒന്നിച്ച് കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അത് ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. അവൾ വരുവാന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു പരിസരത്തോട്ട് വരത്തേ ഇല്ലായിരുന്നു. അവളെ ഇവിടെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല മോനെ, നല്ല മനസ്സുള്ളൊരു പെൺകുട്ടി കാറിൽ ദാനമായി തന്നതുകൊണ്ട് ഞാനിപ്പോൾ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നത് എന്നിങ്ങനെ ദേവയാനി പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ ആ പെൺകുട്ടിയെ പറ്റി ചോദിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുകയാണ്, ചോദിച്ചിട്ട് എന്താ പ്രയോജനം, നിങ്ങൾ ആരും ആ പെൺകുട്ടിയെ പറ്റിയിട്ട് പറയുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. നയന പറയുകയാണ്, അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നാലെ വന്നതാണെന്ന് ഇങ്ങനെ പറയുവേ. പിന്നെ അമ്മ ഗ്രൗണ്ടിൽ നടക്കുന്ന കണ്ടപ്പം ഞാൻ അവിടുന്ന് മാറി നടന്നേ ഉള്ളൂ എന്നിങ്ങനെ നയന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി പറയാണ്, എൻ്റെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധ